കോഴിക്കോട് ഈങ്ങാപ്പുഴയിൽ ഭർത്താവ് യാസിറിന്റെ കുത്തേറ്റ് കൊല്ലപ്പെട്ട ഷിബിലയുടെ വീട്ടിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഷിബിലയുടെ സഹോദരി സന നമുക്കൊപ്പം ഉണ്ട്. ഈ യാസിറിൽ നിന്നുള്ള ഉപദ്രവങ്ങളെക്കുറിച്ചൊക്കെ ഷിബില നിങ്ങളോട് പറഞ്ഞിരുന്നു. വലിയ ഉപദ്രവമാണോ ഷിബിലയ്ക്ക് നേരിടേണ്ടി വന്നത്? ഓന് നല്ലോണം മദ്യവെക്കും, പിന്നെ വീടി വലിക്കും, കഞ്ചാവ് വലിക്കും, എന്തൊക്കെ ചെയ്യലുണ്ട്. ഓന് ഇന്ന് രാത്രിയൊക്കെ 2 മണിക്കൊക്കെ പിന്നെ ഓൻ ഇറങ്ങിപ്പോവലുണ്ട് എന്നോള് പറയലുണ്ട്. ഓളെ ഒറ്റക്കാക്കിയിട്ട് ഇറങ്ങിപ്പോവലുണ്ട്. കൂട്ടുകാരന്മാരെ വിളിച്ചാൽ അന്നപ്പം ഇറങ്ങിപ്പോവും. ഫുഡൊന്നും അങ്ങനെ ഓൻ കഴിക്കുകയല്ല. ഓന് നല്ലോണം ഉറങ്ങുകയൊക്കെ ചെയ്യും. പണിക്കൊന്നും അങ്ങനെ പോവലില്ല. ഇപ്പോൾ 1 മാസത്തോളമായി ഇവിടെ ഓള് അന്നപ്പോൾ ഓനും പണിക്കൊന്നും പോയില്ല. ഓൻ്റെ പൈസ അല്ല, ലോണൊക്കെ എടുത്ത് ഓളെ പേരിലാണ് ലോൺ എടുത്ത്. എന്നിട്ട് ഇവിടെ ഭയങ്കര കച്ചറയൊക്കെ കഴിഞ്ഞു. ഓല് വന്ന് ഇവിടെ ഓളെ പൈസ അടിക്കണം ഇതാക്കണം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കച്ചറായിരുന്നു. അപ്പോൾ ഓനെ വിളിച്ചാൽ ഓൻ ഫോൺ എടുക്കൂല. ഓൻ പറയും പിന്നെ ഒന്നര മാസത്തോളം ഓൻ്റെ അമ്മ പറഞ്ഞു 1.5 മാസത്തോളമായി ഓൻ പണിക്ക് പോയിട്ട്. അപ്പോൾ ഓൻ ഇവിടെ വന്ന് പറയും ഞാൻ ഇവിടെ പണിക്ക് പോയിക്കെന്ന്. ഓൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇങ്ങോട്ട് വരും. ഇങ്ങോട്ട് വരണ്ടാന്ന് ഉപ്പ പറഞ്ഞാലും ഓൻ ഇങ്ങോട്ട് വരും. പോലീസിൽ കേസ് കൊടുത്തിട്ടൊന്നും ഒരു പോലീസ് പോലും ഇങ്ങോട്ട് വന്ന് നോക്കിയില്ല. ഇത് ഈ കല്യാണം കഴിഞ്ഞതിന് ശേഷം, അതായത് കല്യാണം കഴിഞ്ഞതിന് തൊട്ടു പിന്നാലെ തന്നെ ഇങ്ങനെയുള്ള ഉപദ്രവം ഉണ്ടായിരുന്നു? അതിൻ്റെ എന്നാണ് ഓള് പറയുന്നത്. കല്യാണം എന്ന് പറഞ്ഞാൽ ഓല് രണ്ടാളും പിന്നെ ഒളിച്ചോടി കല്യാണം കഴിച്ചതാണോ, അങ്ങനെ കൊണ്ടുപോയതാണ്. അന്നപ്പം പിന്നെ അങ്ങനെയാണ് പോയത്. അന്നപ്പം അന്ന് ഞങ്ങൾക്ക് വലിയ കോണ്ടാക്റ്റ് ഒന്നും ഇല്ലായിരുന്നു. പിന്നെ കുറേ കഴിഞ്ഞാരാണ് ഓല് ഇവിടെ വന്നത്, മോളുണ്ടായാരാ. അങ്ങനെ വന്ന് പിന്നാണ് ഓള് പറയലുണ്ടെങ്കിൽ ഓൻ നല്ലോണം നോക്കും ആക്കും എന്നൊക്കെ എല്ലാവരോടും നാട്ടുകാരൊക്കെ അങ്ങനെയെങ്കിലും പറയൽ ഓള് പറഞ്ഞാൽ ഓൻ കേൾക്കും എന്നൊക്കെ. പക്ഷെ അതൊന്നും അല്ല. ഓള് പറയുന്നത് കല്യാണം കഴിഞ്ഞ ഉടനെയൊക്കെ ഭയങ്കര ഉപദ്രവം തന്നെയാണ്. ലഹരി ഉപയോഗിച്ചെത്തിയിട്ടാണോ ഇങ്ങനെ ക്രൂരമായിട്ട് ഉപദ്രവിക്കാറ്? കള്ളൊക്കെ കുടിച്ച് വരുമ്പം കഞ്ചാവൊക്കെ വലിച്ച് വരുമ്പോൾ ഓൻ പറഞ്ഞ തന്നെ ഒന്ന് കുറേ പ്രാവശ്യം പറയുമല്ലേ. എന്നിട്ട് പിന്നെ ഓളങ്ങനെ വെറുപ്പിക്കുമല്ലേ എന്ന് ഓള് പറയലുണ്ട്. അങ്ങനെ പറഞ്ഞോളെ വെറുപ്പിക്കുമെന്ന്. പിന്നെ ഫുഡൊക്കെ എടുത്ത് കളയും. ഒന്ന് മേശമ്മൽ ഫുഡ് എടുത്ത് വെച്ച് തിന്നാൻ നോക്കിയപ്പോഴൊക്കെ ഫുഡൊക്കെ വലിച്ചെറിഞ്ഞാണ്. പിന്നെ ഫുഡൊന്നും ഇല്ല ഇങ്ങാടാ. അപ്പം മോള് പറഞ്ഞതാ, ഓൻ്റെ അമ്മ വിളിച്ചപ്പോൾ മോള് പറഞ്ഞാണോല്ലോ ഉപ്പ ഫുഡൊക്കെ എടുത്ത് കളഞ്ഞ് ഞങ്ങൾക്കൊന്നും തിന്നാനില്ല. പിന്നെ ഒരു ദിവസം പച്ചക്കറിയൊക്കെ തീർന്നിട്ട് ഓള് പറഞ്ഞ പച്ചക്കറിയും അരിയൊക്കെ ഒന്ന് വാങ്ങിക്കൊണ്ടുപോയി. അന്നപ്പോൾ ഓൻ പറഞ്ഞു ഇവിടെ ആരും ഒന്നും തിന്നണ്ടാന്ന്. ഇത് ഇപ്പോൾ 1 മാസം മുൻപ് ഷിബില വീട്ടിലേക്ക് തിരിച്ചു വന്നു എന്ന് പറയുന്നു. എന്തായിരുന്നു അതിനിടയായ കാരണം എന്തായിരുന്നു? അതിനാണ് അവൻ ഫുഡൊക്കെ വലിച്ചെറിഞ്ഞതും ഒന്നും വാങ്ങിക്കൊണ്ടാനൊക്കെ ഓലെ പട്ടിണിക്കിട്ട്. എന്നിട്ടാണ് അന്ന് 12 മണിക്ക് ഓല് രണ്ടാളും ഒരുമിച്ച് വാടക കൂടുക. അപ്പോൾ ഓൻ്റെ വീട് ഇവിടെ കാക്കവല. അന്നപ്പോഴൊക്കെ ഓല് ഇങ്ങോട്ട് വന്നേക്ക്. അപ്പോൾ ഉപ്പനെയും ഉമ്മനെയൊക്കെ അങ്ങോട്ട് വിളിച്ച് എന്തോ കച്ചറയൊക്കെ ആയി. പിന്നെ ഓള് ഉപ്പൻ്റെയും ഉമ്മൻ്റെ ഒപ്പം അങ്ങോട്ട് കയറിപ്പോന്നു. മോളെ ഒന്നും എടുക്കാനൊന്നും സമ്മതിച്ചില്ല. മോളെ കൊണ്ടുവരാണ്ട് അവൾ ഇങ്ങോട്ട് വന്നിട്ട ഡ്രസ്സിൽ നൈറ്റിയിലാണ് വന്നത്. വേറെ ഒന്നും എടുത്തില്ല, ഫോണ് പോലും കൊടുത്തില്ല, മോളെ കൊടുത്തില്ല, മോളെ തൊടണ്ടാന്ന് പറഞ്ഞ്. മോളപ്പം ആ വീട്ടിലായിരുന്നു? ആ വീട്ടിലായും കുറച്ച് ദിവസം. അപ്പം മോളെ ചോദിച്ചപ്പം പിന്നെ ഓൻ പറഞ്ഞു ഓക്ക് വേറെ റിലേഷൻ ഉണ്ട്, എന്നിട്ടാണ് ഓക്ക് എന്നെ വേണ്ടാത്ത, ഓള് വേണ്ടാന്ന് പറയുന്നുണ്ടല്ലോ. ഒന്ന് സംശയരാഗാണ്. ആരോടും ഒന്നും മിണ്ടാനും ഇതാക്കാനും ഒന്നും പറ്റൂല. മോളോട് എങ്ങനെയായിരുന്നു യാസിർ? മോളെ നല്ലോണം ഉപദ്രവിക്കുമെന്ന് പറഞ്ഞ് നല്ലോണം തല്ലയായും. മോളെയും തല്ലുമായിരുന്നു? മോളും അതൊക്കെ കണ്ടിട്ടാണ് മോക്കും അങ്ങനെ ഒരു ഇത് ശീലമാവുന്നുണ്ട് ഓൻ്റെ അടുത്തുനിന്നേ. ഓന് നല്ലോണം എന്താ പറയുക ഓളെ തല്ലേം താക്കുകയൊക്കെ അത് കണ്ടിട്ട് ഓളെ വെളും അങ്ങനെ തല്ലുക. മോളെ എന്തെങ്കിലും ഉപദ്രവിച്ചു എന്ന് ഷിബില പറഞ്ഞു? മോളെ നല്ലോണം പേടിപ്പിക്കലൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞ് നല്ല ഉപദ്രവിക്കലുണ്ട്. ഓളെ ഉപദ്രവിക്കലുണ്ട്. മോളെ നല്ലോണം നോക്കലൊന്നുമില്ല. ഇതിൻ്റെയൊക്കെ ഒരു പരാതി താമരശ്ശേരി സ്റ്റേഷനിൽ ഷിബില കൊടുത്തതാണ് കഴിഞ്ഞ മാസം തന്നെ. അതിലെന്തെങ്കിലും ഒരു ഇടപെടൽ പോലീസിന്റെ ഭാഗത്ത് ഉണ്ടായിരുന്നു? പോലീസ് ഒന്നും ഇങ്ങോട്ട് വന്ന് നോക്കിയിട്ടൊന്നുമില്ല. വിളിക്കാന്ന് പറഞ്ഞു ഇങ്ങോട്ട്, പിന്നെ വിളിച്ചിട്ടൊന്നുമില്ല. പിന്നെ ഓള് പറഞ്ഞു ഒന്നും കൂടി കേസ് കൊണ്ടുപോയി കൊടുക്കാന്നൊക്കെ. പക്ഷെ പിന്നെ ഓല് തീരെ വിളിച്ചില്ല, ഒന്നും ഇങ്ങോട്ട് വന്ന് നോക്കിയില്ല, ഒന്നും ചെയ്തില്ല. പിന്നെ എങ്ങനെ കേസ് കൊണ്ടുപോയി? ഞങ്ങൾക്ക്
ക്യാഷ് കൊടുക്കാനായിരിക്കും. എന്നാലും ഞങ്ങൾ സാമ്പത്തികമായിട്ട് വളരെ മുന്നിലൊന്നും അല്ലെങ്കിൽ ഞങ്ങളെ അത്യാവശ്യമൊക്കെ ഉണ്ട്. ഞങ്ങൾ 2 പെൺകുട്ടികളെ ഇവിടെ ഉള്ളൂ. ഞാനും ഓളും മാത്രമേ ഇവിടെ ഉള്ളൂ. പിന്നെ ഇപ്പോൾ 2 മക്കളും, എനിക്കൊരു മോനുണ്ട്, ഓക്കൊരു മോളുണ്ട്. ഞങ്ങളെ ഇവിടെ ഉള്ളൂ. അല്ലാണ്ട് വലിയ ഇതൊന്നും അങ്ങനല്ല. അന്നപ്പോൾ ഓൾക്ക് ഒന്നും കൂടി കൊടുക്കാനായിരിക്കും സ്റ്റേഷനിൽ കൊണ്ടുപോയി. അപ്പോൾ ഷഹബാസ് മോൻ മരിച്ച ആ ഒരു ഇതിലായിരുന്നു. എന്നാലും ഒരു പോലീസിനെങ്കിലും ഇവിടെ വന്ന് നോക്കായിരുന്നു. എന്താണ് ഇവിടുത്തെ അവസ്ഥ, ഒരു സംരക്ഷണം തരായിരുന്നു. ഇയാളെ വിളിച്ച് യാസിറിനെ വിളിച്ചിട്ട് പോലീസ് ഉപദേശിച്ചു എന്ന് പറയുന്നുണ്ട്. അതിലപ്പുറം വേറെ ഒരു നടപടിയും ഉപദേശം ഓന് ഇഷ്ടമല്ല. ഉപദേശിച്ചിട്ട് ഒരു കാര്യവുമില്ല. ഓൻ ആ ഉപദേശം സ്വീകരിക്കൂല. അങ്ങനാണെങ്കിൽ ഞാൻ ഓനോട് പറഞ്ഞതിന് ഒരാഴ്ച ഞാൻ ഓനോട് പറഞ്ഞു, ഇനി 2 ദിവസം ഇവിടെ വന്ന് നിൽക്ക്, എന്നിട്ട് ഓന് ലഹരി ഇതൊക്കെ ഉപയോഗിക്കുന്നൊന്ന് നിർത്ത്. ഓൻ പറഞ്ഞു, ഞാൻ ലഹരി ഉപയോഗിക്കുന്നുണ്ട്, അതൊക്കെ അറിയാം, അത് ഞാൻ നിർത്തിക്കോളാം, ഓളെ നല്ലോണം നോക്കിക്കോളാം, ഓളും ഇല്ലാണ്ടിക്ക് ജീവിക്കാനാവില്ല എന്നൊക്കെ ഓൻ എൻ്റെ വീട്ടിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കി ഓന്. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് ജീവിക്കാനാവില്ല, ഇനി എന്ത് ചെയ്യണം, ഓലെ നല്ലോണം നോക്കണം, അല്ലെങ്കിൽ ഇവിടെ വന്ന് നിൽക്കുക, ഞങ്ങളവിടെ നിൽക്കുക, എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ നിൽക്കുക, അങ്ങനെയൊക്കെ പറഞ്ഞു. അതൊന്നും ഓൻ സ്വീകരിച്ചില്ല. ഓനെന്താ വെച്ചാൽ ഓൻ്റെ മനസ്സിൽ വേറെന്തോ ഉദ്ദേശം. ഓളെ അങ്ങോട്ട് വിളിച്ച് വരുത്തണം, ഓള് വന്നാലേ ഓളെ സാധനങ്ങളും സർട്ടിഫിക്കറ്റുകളും കൊടുക്കുമെന്നാണ് അവൻ പറഞ്ഞത്. അവൻ്റെ മനസ്സിൽ അങ്ങനെയുള്ള ഉദ്ദേശമായിരിക്കും. ഒരു വെള്ളിയാഴ്ചൻ്റെ അന്ന് ഈ ലോണുകളൊക്കെ ഓൻ തീർത്ത് അടിക്കാമെന്ന് പറഞ്ഞിരുന്നു. അപ്പം ഞാൻ ചോദിച്ചു, ഇനി എങ്ങനെ അത് തീർത്തടിക്കുക, ഓന് പണിക്കൊന്നും പോണില്ല, അതോ ഓനങ്ങനെ തീർത്തടിക്കുക, അതൊക്കെ അന്നപ്പോഴേക്ക് ഞാൻ തീർക്കും. ഓൻ്റെ മനസ്സിൽ ചിലപ്പോൾ ഇതായിരിക്കും, ഓള് മരിച്ചാൽ പിന്നെ ഓൻ ചെയ്യണ്ടേലോ. ഓൾ ഒരുപാട് ലോണുകാർ ഇവിടെ വന്നിരുന്ന് കുറേ ഓക്ക് സങ്കടമാവുക. അതാണ് ഓൾ താമരശ്ശേരി ജോലിക്ക് പോയത്. അപ്പോൾ ഉമ്മ പറഞ്ഞു, അതൊക്കെ നമുക്ക് എന്തെങ്കിലും ആക്കാം. ഓനെ വിളിച്ചാൽ ഓനിട്ട് ഫോൺ എടുക്കുകയില്ല. അപ്പോൾ മോളെ നോക്കുകയും ഇതാക്കുകയൊക്കെ വേണം. മോളെ ഈ പ്രാവശ്യം നഴ്സറി ചേർത്തണം, അടുത്ത കൊല്ലം സ്കൂളിൽ ചേർത്തണം. അന്നപ്പോൾ എൻ്റേതായ ഇതിൽ ഇപ്പോഴേ പോയി തുടങ്ങിയാലല്ലേ ഒരു ഇത് ഉണ്ടാവൂന്ന് പറഞ്ഞു. ഓക്ക് നല്ലോണം നോക്കണം, മോളെ നല്ലോണം നോക്കണം എന്നോളതിൽ. ജോലിക്ക് പോയിരുന്നു. 4 ദിവസം, 4ാമത്തെ ദിവസമാണത് പോയി തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇതിൽ മറ്റൊരു കാര്യം പറയുന്നത്, ഈ അമ്മയെ വെട്ടിക്കൊന്ന ആഷിക്കിനുമായിട്ടുള്ള ഒരു സൗഹൃദം ഉണ്ടായിരുന്നു. അത് ഷിബില വേണ്ടാന്ന് പറഞ്ഞിരുന്നു. വേണ്ടാന്ന് പറഞ്ഞീനു. അന്നപ്പോൾ ഓക്ക് പേടിയാണ്. ഓൻ്റെ അരയിൽ എന്നും ഒരു കത്തി ഉണ്ടാവലുണ്ടായിരുന്നു. ആരുടെ അരയില്? യാസറിൻ്റെ. ഓള് പറയലുണ്ടായിരുന്നു, ഓളെ പേടിപ്പിക്കലുണ്ട് ആ കത്തി വെച്ചെന്ന്. അത് പറഞ്ഞേക്ക്. പിന്നെ ഉമ്മ പറയുന്നതൊക്കെ കള്ളത്തരാണ്. ഓൻ ചെറുപ്പം മുതലേ ഇവിടെ തന്നെ അവൾ താമസിച്ച തൊട്ട് മുന്നിലിതാ. അന്നപ്പം ചെറുപ്പം മുതലേ 8ാം ക്ലാസ്സൊക്കെ മുതലേ എന്തുണ്ട്, ഓൻ ലഹരി ഉപയോഗിക്കുന്നുണ്ട്, എല്ലാ കച്ചറയുണ്ട്. അന്നപ്പോൾ അന്ന് മുതലേ ഉണ്ട്. അതുകൊണ്ട് ഓൻ്റെ ഉമ്മ പറയുന്ന ഫുള്ള് കള്ളത്തരാണ്. ഉമ്മൻ്റെ പേരിൽ കേസെടുക്കണം, ഉമ്മനെ ജയിലിൽ അടിക്കണം. ഉമ്മ പറയുന്ന മൊത്തം കള്ളത്തരാണ്. ഉമ്മക്ക് ഒരു ദിവസം പറഞ്ഞതല്ല ഉമ്മ പറയുക, പിന്നെ പിറ്റേത്തെ ദിവസം. ഉമ്മയുടെ ഭാഗത്ത് നിന്ന് ഷിബിലയ്ക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഉമ്മനോട് മോളെ തരാൻ പറഞ്ഞപ്പോൾ മോളെ അവിടെ ആയിരുന്നു, വീട്ടിലായിരുന്നു, ഇങ്ങോട്ട് കൊണ്ടുവന്നില്ല. മോളെ തരാൻ പറഞ്ഞപ്പോൾ ഉമ്മ പറഞ്ഞ്, ഓളെ ഞങ്ങൾ കോടതിയിൽ നിന്നല്ലേ കൊണ്ടുപോകുന്നത്, അങ്ങനെ എന്നെ ഞങ്ങൾ കോടതിയിൽ നിന്നല്ലേ കൊണ്ടുപോകുന്നത്, അന്നപ്പം മോളെയും കോടതിയിൽ നിന്ന് എനിക്ക് തരാമെന്ന്, അല്ലാണ്ട് ഞങ്ങൾ തരൂലാന്ന്. ഓല് രണ്ടാളും സ്നേഹിച്ച് പോയതുകൊണ്ട് കോടതിയിൽ നിന്നാണ് ഓൻ്റെ വീട്ടിലേക്ക് പോയത്. അന്നപ്പം മോളെയും കോടതിയിൽ നിന്ന് തരാമെന്ന് പറഞ്ഞു, അല്ലാണ്ട് എനിക്ക് തരൂലാന്ന് പറഞ്ഞു. മോള് ഭയങ്കര കരച്ചിലായി ഉമ്മനെ കാണണമെന്നും പറഞ്ഞു. ഇപ്പോഴും അങ്ങനെ തന്നെ, എനിക്ക് എൻ്റെ ഉമ്മൻ്റെ അടുത്ത് ഉണ്ടാക്കി തന്നാന്നാ പറയുന്ന മോള്. അതൊക്കെ ഞാൻ നോക്കിക്കോളും മോളെ, എൻ്റെ ഉമ്മയും ഉപ്പയുണ്ട്, ഞങ്ങൾ നോക്കിക്കോളാം, ഞങ്ങളാ ഈ വീട്ടിലുള്ളത്, വേറെ സഹോദരനൊന്നും എനിക്കില്ല, പിന്നെ ഫാമിലിയും ഞങ്ങൾ നോക്കിക്കോളാം, വേറെ ആർക്കും ഞങ്ങൾ വിട്ടുകൊടുക്കൂല. ഓൻ്റെ വീട്ടുകാരോ ഓൻ്റെ ഫ്രണ്ട്സോ ഫാമിലിയോ ആരും ഇനി ഓളെ ചോദിച്ചിങ്ങോട്ട് വരരുത്. യാസിറിനൊരു ഉത്തരവാദിത്വം ഉണ്ടെങ്കിൽ ഓൻ ഇത്രയും ദിവസം 1 മാസത്തോളം ഓൾ ഇവിടെ നിന്നപ്പോൾ മോളെ കാണാൻ, അല്ലെങ്കിൽ മോക്ക് എന്തെങ്കിലും ഓളെ ഡ്രസ്സ് കൊണ്ടുവരിക, ഒരൊറ്റ ഡ്രസ്സ് പോലും യാസിർ ഇവിടെ കൊണ്ടുവച്ചില്ല. എന്നിട്ട് മോൾ എന്നോട് പറഞ്ഞു, എൻ്റെ ഉപ്പ എനിക്ക് ഡ്രസ്സ് കൊണ്ടുപോയി തന്നില്ല, എനിക്ക് ഡ്രസ്സൊന്നുമില്ല മൂത്തേന്ന് പറഞ്ഞു. അപ്പം ഞാൻ മോൻ്റെ കുറച്ച് ഡ്രസ്സ് കൊണ്ടുപോയി കൊടുത്ത്, ബർത്ത്ഡേക്ക് ഒരു ഡ്രസ്സ് വാങ്ങിക്കൊടുത്ത്, പിന്നെ ഒരു കൂട്ടം അല്ലാണ്ട് മോൻ്റെ ബർത്ത്ഡേ ഉണ്ടായിരുന്നു, അതിനൊരു കൂട്ടം ഓക്കും കൂടി വാങ്ങിക്കൊടുത്ത്. ഓളെ ബർത്ത്ഡേ കേക്ക് മുറിച്ച് ഒന്നും ഓനെ വിളിച്ചില്ലാന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോൾ അത് പറഞ്ഞതിന് ശേഷമാണ് ഓളെ ഡ്രസ്സ് കത്തിച്ചെടുത്തെങ്ങാൻ. എന്നിട്ട് ഓൻ്റെ അമ്മ വിളിച്ചറിയാം, ഞങ്ങൾ അറിഞ്ഞില്ല ഡ്രസ്സ് കത്തിച്ചേന്ന്. അന്നപ്പോൾ
പിന്നെ നിങ്ങൾ അറിയാണ്ട് എങ്ങനെ ഓന് ഡ്രസ്സ് കത്തിക്കുക എല്ലാം ഒന്നും കത്തിച്ചില്ല എന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ പറഞ്ഞത്. ഓൻ്റെ ഉമ്മ പറയുന്ന ഫുള്ള് കള്ളത്തരാണ്. ഓൻ്റെ ഉമ്മൻ്റെ പേരിൽ കേസ് എടുക്കണം, പോലീസ് ഇതിനൊരു ഇത് തരണം. ഓൻ്റെ ഉമ്മൻ്റെ പേരിൽ കേസ് എടുക്കുക തന്നെ വേണം. ഓനെ ഇനി ജാമ്യവും കൊടുക്കരുത്, ഓനെ തൂക്കിക്കൊല്ലണം, ഓനെ ഇനി ജയിലിൽ നിന്ന് വിടരുത്. ഓൽക്കൊരു അവകാശവും ഇല്ല മോളെ പേരിൽ. മോളെ ഞങ്ങൾ നോക്കിയോളും, എൻ്റെ ഉമ്മയും ഉപ്പയുണ്ട്, ഞാനുണ്ട്, എനിക്കൊരു മോനുണ്ട്. ഓല് ഒരു വയസ്സിനൊരു വ്യത്യാസമേ ഉള്ളൂ. ഓല് രണ്ടാളും നല്ലോണം നിന്നോളും. മോളിനോട് പറഞ്ഞേക്ക് ഇന്ന മൂത്തൻ്റെ അടുത്താണ് ഞാൻ നിൽക്കുന്നത്. മോള് പറഞ്ഞേക്ക് എൻ്റെ അമ്മയും വാപ്പയുണ്ട്, ഇനി എൻ്റെ അമ്മയും വാപ്പയും വന്നാൽ ഓലെയും നോക്കണം, എല്ലാവരെയും നോക്കി ഞാൻ ഇവിടെ നിന്നോളും. ഇതിലിപ്പം അമ്മയും അച്ഛനും, അതായത് ഷിബിലയുടെ ഉമ്മയും ഉപ്പയൊക്കെ ഇപ്പം മെഡിക്കൽ കോളേജ് ചികിത്സയിലാണ്. എങ്ങനെയാണ് അവരുടെ ആരോഗ്യനില? എൻ്റെ ഉമ്മക്ക് ചില നേരം ഉമ്മ പറയുന്നത്, ഉമ്മക്ക് വിഷമം കൊണ്ട് എന്തൊക്കെയോ പറയുന്നുണ്ട്. എന്താന്ന് ഉമ്മക്ക് വലിയ അറിയില്ല, എന്തൊക്കെയോ പറയുന്നുണ്ട്. എന്നാലും ഉപ്പക്കൊന്നും വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാന്ന് എല്ലാവരും പറയുന്നത്. ഏതായാലും ഷിബില നേരിട്ട വലിയ ക്രൂരതകളുടെ കഥയാണ് സഹോദരി ഇപ്പോൾ പറയുന്നത്. ഇതിനെതിരെ താമരശ്ശേരി പോലീസ് സ്റ്റേഷനിൽ ഷിബില തന്നെ ഒരു മാസം മുമ്പ് ഒരു പരാതി നൽകിയിരുന്നു. പക്ഷേ അതിൽ കൃത്യമായ നടപടിയെടുത്തില്ലെന്നും കുടുംബം ആരോപിക്കുന്നുണ്ട്. ജയൻ കല്യാശ്ശേരിക്കൊപ്പം അഭിജിത്ത് മുഴക്കുന്ന്, 24 കോഴിക്കോട്.